ഇവിടെ നിന്ന് അടിച്ചിട്ടുള്ള ഡിസൈൻ അല്ല, വേറെ മോഡൽ ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, ഇത് കൊള്ളാലോ. ഇതൊരു വ്യത്യസ്ത മോഡലാണ്. ഇതൊക്കെ നമ്മൾ പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളല്ലേ? ലേഡീസിന്റെ ഷൂ മോഡലും ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പണി കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റം മോഡലുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ, അതുപോലെ തന്നെ കളർ ചേഞ്ചുകൾ, നല്ല കണ്ടില്ലേ, നല്ല ലെങ്ക്ഡ് ഐറ്റംസ് ഒക്കെ കേട്ടോ. അറുമിട്ടിട്ട് കണ്ടില്ല, സൈസ് നോക്കിയിട്ട് അങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കാലിന് ഫിറ്റ് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓരോ മോഡലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ കളറും ഒക്കെ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം തന്നെ, ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇവിടെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോട്ട് വാക്ക് കൊച്ചിയിലുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ചെരുപ്പ് നിർമ്മാണ കമ്പനിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കണ്ടില്ലേ, പല കളറുകളുള്ള ചെരുപ്പ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് ഫദൽ ഇവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയാണ് ഈ സംരംഭം കാര്യങ്ങളൊക്കെ പോകുന്നത്? എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് കാര്യങ്ങൾ? നമ്മൾ മാർക്കറ്റിനനുസരിച്ച് ഓരോ വ്യത്യസ്ത മോഡലുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത മോഡലുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിൽ നോക്കിയാൽ 3-4 ഐറ്റംസ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കമ്പനി ബ്രാൻഡിൽ തന്നെ. ഇതിപ്പോൾ പുതിയതായിട്ട് നിങ്ങളിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലാണ്. അതെ, ഇതിപ്പോൾ മാർക്കറ്റിലേക്ക് പോകാനാണ്. അതെ, ഇന്ന് വൈകിട്ട് കയറി പോകലല്ലേ? അപ്പോൾ അതുപോലുള്ള മോഡലുകളാണ് ഇവിടെ കാണുന്നതൊക്കെ. നമ്മളെ ബാക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. അതെ, ഫൈനൽ വർക്ക് ചെയ്തിട്ട് കയറി പോകാനുള്ള സാധനങ്ങളാണ്. ഇന്ന് വൈകിട്ട് കയറി പോകാനുള്ള സാധനങ്ങൾ അതൊക്കെ അല്ലേ? ഇതിപ്പോ എവിടേക്കൊക്കെയാണ് പോണത്? ഓൾ കേരള ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഇതിനൊക്കെ ഇനിയിപ്പോ ഈ സംഭവം ഉണ്ടാവും. ഇതെന്താ സ്ട്രാപ്പ് അല്ലേ? ഇനി ഇതൊക്കെ സ്ട്രാപ്പ് സെറ്റ് ചെയ്യാണ്ടാവും. അപ്പൊ ഇത് വേറെ മോഡലാണല്ലേ? ഇത് വേറെ മോഡൽ. അപ്പൊ നമ്മുടെ കമ്പനി ഈ ഒരു കമ്പനിയിലെ സാധനങ്ങൾ പോട്ട് വാക്ക് വേറെ ബ്രാൻഡുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? ഓരോ വ്യത്യസ്തമായിട്ടുള്ള കളർ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ലെവലിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഹീലിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ മാർക്കറ്റിന് ഇപ്പൊ നിലവിൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡൽ, ഇത് കഴിഞ്ഞാൽ വേറെ മോഡലോ അടിക്കണ്ടാവില്ല? ഇവിടെ നിന്ന് അടിച്ചിട്ടുള്ള ഡിസൈൻ അല്ല, വേറെ മോഡൽ ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, ഇത് കൊള്ളാലോ. ഇതൊരു വ്യത്യസ്ത മോഡലാണ്. വ്യത്യസ്ത മോഡലുകളിലുള്ള സംഭവങ്ങളാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിന് കയറി പോണല്ലേ? ഷൂ കാര്യങ്ങൾ അങ്ങനത്തെ മോഡൽ വെറൈറ്റികൾ ഉണ്ടല്ലേ? ഓക്കെ, ഒക്കെ ഓരോ കളർ പാറ്റേൺ കാര്യങ്ങളായി. ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഡ്രസ്സ് മാച്ച് ചെയ്തിട്ടല്ല അവര് സാധനം പർച്ചേസ് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യസ്ത കളറിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ ഇവിടെ പങ്കാസോളാ, അത് കുറച്ച് വെയിറ്റ് ഉണ്ടല്ല, കുറച്ച് ഹീലുള്ള ഒരു ഐറ്റം അല്ലേ? അപ്പൊ ഈ ഒരു ഐറ്റം ഇതൊക്കെ ഇപ്പൊ ഇവിടുന്ന് കയറി പോയതോ അതോ മാനുഫാക്ചറിങ് കഴിഞ്ഞ് എടുക്കുന്ന മോഡലാണ്? അതൊക്കെ കട്ട് സൈസുകളാണല്ലേ? അപ്പൊ ഓരോ മോഡലിന്റെ അപ്പൊ ഓരോ സമയത്തായിട്ട് അടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത് അല്ലേ? ഇതൊക്കെ നമ്മൾ പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളല്ലേ? ഒരു ഗോൾഡൻ കളർ. ഇത് ഏതാണ്? അത് വേറെ ടൈപ്പ്. ഇതിന്റെ മുകളിൽ മറ്റേ സ്ട്രാപ്പിലുള്ള ചെറിയ വ്യത്യാസം ഉണ്ട്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഐറ്റം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ നേരത്തെ അടിച്ചു പോയിട്ടുള്ളതിന്റെ കട്ട് പീസ് കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മളെ സൈസ് എന്ന് പറഞ്ഞാൽ 13-14. കസ്റ്റമർ നമുക്ക് 13-14 ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അവർക്ക് വേണ്ടി അടിക്കണം. അവർക്ക് വേണ്ടി അടിക്കണം. അത് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ? സാധാരണ ചെരുപ്പുകള് 42 വരെ സൈസ് വരുള്ളൂ. നമ്മൾ 43-44 നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അത് മറ്റേ സോളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സോള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഓരോ സെക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് ഓൾറെഡി ഈ ഒരു ഭാഗം മാത്രം മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ ചെയ്താണ്. ഇതിന് സ്ട്രാപ്പ് ഇടാനും ഫിറ്റ് ചെയ്യാനും സോള് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ ഒന്ന് പോയി നോക്കില്ലേ? ഇതിൽ ഈ അടിക്കുന്നത് ഇതൊക്കെ എവിടെയാണ്? ഇതിന്റെ പുറത്തന്നെ അടിക്കണല്ലേ? ഇൻസോളിന്റെ കളറിനനുസരിച്ച് അതിൽ സ്റ്റിച്ച് ചെയ്യുന്ന നൂലിന്റെ കളറും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഇൻസോളാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഇൻസോളിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നമ്മൾ സ്ട്രാപ്പ് കയറ്റാനുള്ള സ്കെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ സെക്ഷനിൽ നടക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടില്ലേ,
മോഡല് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പേസ്റ്റിങ്, ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഇതിൽ സോള് കയറ്റാനും ബാക്കി കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ മോഡലിനനുസരിച്ചുള്ള സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കളർ കണ്ടില്ല, ഓരോ കളറിനനുസരിച്ചൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അച്ചി കാണാൻ പറ്റും ഓരോരുത്തരുടെ കാലിൻ്റെ സൈസിനനുസരിച്ച്. അതായത് നമ്മുടെ ഈ ചെരുപ്പ് ഉണ്ടല്ലോ ഫിറ്റ് ആണോ എന്നുള്ള നോക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെ പേര്? ഫെർമൻ. സൈസ് നോക്കാനും അതുപോലെ തന്നെ കറക്റ്റ് ഫിറ്റ് ആണോ നോക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കണം അല്ലേ. ഇത് ഓരോ സൈസിനനുസരിച്ചും ഏകദേശം ഓരോരുത്തരുടെ കാലിനനുസരിച്ചുള്ള സംഭവമായിരിക്കും അല്ലേ. 7, 8, 9 അങ്ങനെ സൈസ് അല്ലേ. എന്താ ഇതിന്റെ പേര്? ഫെർമോ അല്ലേ, ഫെർമർ. അപ്പൊ ഇതനുസരിച്ചായിരിക്കും ഇതിന്റെ സ്കെച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുക അല്ലേ. ഇൻസോള്, സോള് കട്ടയിലൊക്കെ. ഇതുവരെ നമ്മൾ കണ്ടത് ലേഡീസ് ചെരുപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ലേഡീസിൻ്റെ ഷൂ മോഡലും ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പണി കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റം മോഡലുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ, അതുപോലെ തന്നെ കളർ ചേഞ്ചുകൾ, നല്ല കണ്ടില്ലേ, നല്ല ലെങ്ക്ഡ് ഐറ്റംസ് ഒക്കെ കേട്ടോ. ഇതൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെയാണ്. ഇതൊക്കെ ഓരോ സൈസ് അനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇല്ല, നമ്മളെ കോളേജിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പാർട്ടി വെയർ ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വെറൈറ്റി മോഡലുകൾ. അതൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത മോഡലാണ്. നല്ല വ്യത്യസ്തമായിട്ടുള്ള കളറ്, ഡിസൈന് കാര്യങ്ങൾ. ഇത് കിഡ്സിൻ്റെ ആണ് അല്ലേ. ഇത്തരത്തിലുള്ള ഷൂകളും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതിനുള്ള സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഓരോ സെക്ഷൻ ആട്ടോ ഇതിൻ്റെയൊക്കെ. ഈ ഷൂ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നതിൻ്റെ ഓരോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ പണികളാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഹീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിഡ്സിനുള്ള നമ്മൾ നേരത്തെ കണ്ടുള്ള ഒരു മോഡല്, അതിൻ്റെ പണികൾ കാര്യങ്ങളാണ് നടക്കുന്നത്. വ്യത്യസ്ത സൈസിലുള്ള ഇൻസോളുകൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഗമ്മ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അപ്പർ വരാനുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ സോള് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പം ഇതിൽ ഫർമ ഇട്ടിട്ട് കണ്ടില്ല, സൈസ് നോക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കാലിന് ഫിറ്റ് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇൻസോളാണ്. ഇപ്പോൾ ഇൻസോളിൻ്റെ അടിയിൽ ഗമ്മ് ഇട്ടിട്ടുള്ളതാണ് ഈ സംഭവം കാണുന്നത്. ഇതിൻ്റെ അടിയിൽ ഇനി സോള് വരും, അതുപോലെ തന്നെ അപ്പറായിട്ടുള്ള ഈ ഒരു സംഭവം മുകളിൽ ഈ കൂട് പോലത്തെ സംഭവം വരും. ഇത് കിഡ്സിൻ്റെ ആണ്. ഇത് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി വലിയ ആൾക്കാർക്കുള്ള സൈസ് തന്നെയാണ്. ബാക്കി അതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ മോഡലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ കളറും ഒക്കെ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം തന്നെ. ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇവിടെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ നേരത്തെ കണ്ട അതേ മോഡൽ തന്നെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓരോ ഐറ്റം, അതും വ്യത്യസ്തമായ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കളർ വേരിയേഷൻ കണ്ടില്ലേ, ബ്ലാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ട് ഇനി പോകാനുള്ള രീതിയിലേക്ക് ഫിനിഷ് ചെയ്തിട്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പിൾസ് കാര്യങ്ങൾ നോക്കുകയാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും കൂടി വ്യത്യസ്തമുണ്ട്. നമ്മുടെ ജീൻസ് മോഡൽ ഉണ്ടല്ലേ, ആ ഒരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു കിഡ്സ് ലെവലിലുള്ള ആ ഒരു റേഞ്ചിലുള്ള സംഭവമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ല, ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിടാം. ഇത് അതുപോലെ ആവും, ഇതുപോലെ ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത മോഡലുകൾ കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസത്തിനനുസരിച്ചും ഡിസൈൻ വ്യത്യാസത്തിനനുസരിച്ചും പ്രൈസിൽ കാര്യങ്ങൾ, ഈ സോൾ വ്യത്യാസത്തിനനുസരിച്ചൊക്കെ പ്രൈസിൽ കാര്യങ്ങൾ മാറ്റേണ്ടായിരിക്കും. ഇപ്പോൾ ഹോൾസെയിൽ ലെവലിലൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ സ്പോഞ്ചാട്ടാ, സ്പോഞ്ച് സോളൊക്കെ ഇൻസോളൊക്കെ നല്ല സ്പോഞ്ച് കുഷ്യനുള്ള ഒരു ഐറ്റം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓരോ മെറ്റീരിയലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റിലുണ്ട്. പിന്നെ ഇവിടെയുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഷെൽഫിൽ കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഐറ്റം ഇതാ ഇവിടെ പല വ്യത്യസ്ത സൈസിലുള്ളത്. അത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങളിവിടെ നടക്കും. കാരണം ഹോൾസെയിലായിട്ടാണ് ഇവിടുന്ന് കാര്യങ്ങൾ കയറി പോകുന്നത്. ഈ ഒരു മോഡല് ചെരുപ്പിൻ്റെ ഇവിടുത്തെ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ഡിസൈൻ 1, 2, 3 ലെയറിലുള്ള ഈ ഒരു സംഭവം, ഈ സ്ട്രാപ്പ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അടിയിലൊരു സ്കെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ മെറ്റീരിയൽ വെച്ചിട്ട് കണ്ടില്ല ഇങ്ങനെ എടുക്കണേ. ഫൈനലായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ സ്ട്രാപ്പായിട്ട് ഇത് നമുക്ക് ഫിക്സിങ് ഒക്കെ പിന്നീട് വരുന്നത്. ഓരോ സ്റ്റേജിലുള്ള മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് പോവുകയാണ്. ഇതിപ്പോൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇതൊരു കളർ ചേഞ്ച് ആട്ടോ. ഇതിൽ വന്നിട്ടുള്ളത് ഈ 3 കളറാണ്. ഓരോ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്.
ഇതൊക്കെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇനി കുറച്ചും കൂടി മോഡൽ നമുക്ക് ഒന്ന് പോയി കാണാം. വ്യത്യസ്തമായ ലേഡീസ് ചെരുപ്പിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കുറച്ച് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ പോർട്ട്വാക്ക് ബ്രാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ലാതെ തന്നെ ഇവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ബ്രാൻഡ് കാര്യങ്ങളിലായിട്ട് ഇവിടെ ഡിസൈൻ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് നിങ്ങളുടേതായ ബ്രാൻഡിൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ കിട്ടും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പേര് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ തന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങൾക്കുള്ള എന്താണ് ഫദ്ലു അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ? പോർട്ട് വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ബ്രാൻഡാണ്. ബാക്കിയൊക്കെ ഓരോ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള അവരുടെ രീതിയിലേക്ക് നമ്മൾ അടിക്കുന്നതാണ്. ഈ ഫാഷൻ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് അങ്ങനെ ചെയ്യണം. ഇവിടെ നമുക്ക് കുറച്ച് മോഡൽ നോക്കിയാലോ? ഇതിലുള്ള നോക്കിക്കോ, ഇതൊക്കെ ഓരോ നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണല്ലേ ഈ ഡിസൈൻ? അതെ അതെ അതെ. ഇത് ഹീലിൽ വരുന്ന ടോട്ടൽ സോളാണ്. ടോട്ടൽ സോള് ഹീലിൽ വരുന്നതായിട്ടാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ഇട്ടിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത്. പേസ്റ്റിംഗ് ആണെങ്കിലും ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു മോഡലൊക്കെ ഉണ്ടല്ലേ, ഫ്ലാറ്റിലാണല്ലേ? ഓരോ ട്രെൻഡിനനുസരിച്ച് ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുവോ? ട്രെൻഡിനനുസരിച്ച് മെറ്റീരിയലും കാര്യങ്ങളും ഇട്ടിട്ട് പുതിയ ഐറ്റംസ് എടുക്കല്ലേ. ഇപ്പൊ ഈ കാണുന്ന അതേ സെയിം ഡിസൈൻ തന്നെ കളർ ചേഞ്ചിങ് ഇവിടെ ഉണ്ടല്ലേ? ഇത്രയും മോഡൽസ് കളർ ചേഞ്ചിങ് ഉണ്ടല്ലേ? ബാക്കി അതിന്റെ മാനുഫാക്ചറിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? പിന്നെ ഹീൽ തന്നെ വേറെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി വെയർ പോലുള്ള മോഡലുകളും ഉണ്ടല്ലേ? പിന്നെ കൂട് ടൈപ്പ്, പിന്നെ നമുക്ക് വള്ളി ചെരുപ്പ് ഉണ്ടല്ലേ? ഇത് അത്യാവശ്യം നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കളർ പഞ്ചിങ് ടൈപ്പിൽ വരുന്നല്ലേ? റെഡിമെയ്ഡ് ഒപ്പറാണ്. ഓക്കെ, പഞ്ചിങ് ടൈപ്പില് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് ചെയ്യണതാണ്. പിന്നെ ഇത് സാൻഡില്, ഹീല്, ഇത് നേരത്തെ കാണിച്ചെന്നാ ആ ടൈപ്പ്. അപ്പോൾ ഹോൾസെയിൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെ അതെ. ഇതിപ്പോ ഓരോ പാർട്ടികളുടെ ഓർഡറാണ്. ഇതൊക്കെ ഇന്നിപ്പോ അപ്പോൾ എന്താണ് കേരളത്തിനകത്ത് ഇവിടുന്ന് ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹോൾസെയിൽ ആയിട്ട് ഓൾറെഡി നമ്മൾ കോയമ്പത്തൂർ വരെ ചെയ്യുന്നുണ്ട്. ഈ റോഡ് സേലം അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹോൾസെയിൽ ആയിട്ട് സാധനം കയറ്റി പോകുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് പറയുന്നതനുസരിച്ച് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. ഓക്കെ. ഷീറ്റ് സോളിൽ ചെയ്യുന്ന ഒരു ഡിസൈനുള്ള ചെരുപ്പാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ കണ്ടില്ല, കളറൊക്കെ കണ്ടില്ല, വ്യത്യസ്തമായിട്ടുള്ള കളറ്, ഹീൽ ടൈപ്പാണിത്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാക്ക് ആക്കിയിട്ടാണ് ഇവിടുന്ന് കയറി പോകുന്നത്. അതിൻ്റെ പാക്കിങ് കാര്യങ്ങളുള്ള സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഒക്കെ ഓരോ ഐറ്റം, അതിന് വ്യത്യസ്ത പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർ ഒരേ കളറൊന്നുമല്ല, ഇവിടെ പാക്കിലാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടേക്കും ഇതിപ്പോൾ ഇവർ സംഭവം ഓർഡർ അനുസരിച്ച് എത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.